ഇടുക്കി പള്ളിവാസലിൽ വിനോദസഞ്ചാരികളുടെ മാല മോഷ്ടിച്ച റിസോർട്ട് ജീവനക്കാരൻ മുങ്ങി. ഉറങ്ങുന്നതിനിടെ മുറിയിലെ മേശപ്പുറത്ത് ഊരിവെച്ചിരുന്ന 2 പവനിലധികം വരുന്ന സ്വർണ്ണമാലയും പണവുമാണ് മോഷണം പോയത്. ജീവനക്കാരന്റെ മേൽവിലാസമോ തിരിച്ചറിയൽ രേഖകളോ പക്കലില്ല എന്നാണ് റിസോർട്ട് ഉടമ പറയുന്നത്. മോഷണത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. കയ്യിൽ സ്വന്തം സാധനങ്ങളോ ഒന്നുമില്ല. ഈ മാല എടുക്കുന്നു, അവിടെ നിന്ന് പോകുന്നു. മാധു, ചെന്നൈ സ്വദേശികളായ ദമ്പതികളുടെ സ്വർണ്ണമാലയും പണവുമാണ് മോഷണം പോയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പള്ളിവാസലിലെ റിസോർട്ടിൽ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ റൂമിനുള്ളിൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള അവിടുത്തെ ജീവനക്കാരൻ ഈ സ്വർണവും പണവും അപഹരിച്ചതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. വീട്ടിൽ വെച്ചാൽ ഇത് മോഷണം പോകൂലോ എന്നോർത്തിട്ടാവാം അവർ അതുമായി ഈ വിനോദസഞ്ചാരത്തിനായി മൂന്നാറിലെത്തിയത്. പക്ഷേ അവിടെ എത്തി താമസിക്കുന്നതിനിടെയാണ് ഇത് നഷ്ടപ്പെടുകയും ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 4:30 സ്വർണവും പണവും നഷ്ടപ്പെട്ടു എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ജനാല തുറന്ന ശേഷമാണ് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള അവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള മോഷ്ടാവ് റൂമിനകത്ത് കയറുന്നത്. ആ സമയത്ത് ഈ ദമ്പതികൾ ഉറങ്ങുകയായിരുന്നു. പക്ഷേ മോഷണം പോയവർ അവരറിയുകയും ചെയ്തില്ല. പിറ്റേ ദിവസം നടത്തിയ പരിശോധനയിലാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഇയാൾ തന്നെയാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ റിസോർട്ട് ഉടമ വിചിത്രമായിട്ടൊരു ന്യായമാണ് പറയുന്നത്. ഇവിടെ ജോലിക്കാരനാണ്, പക്ഷേ ഇതേക്കുറിച്ച് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും തൻ്റെ കയ്യിലില്ല, അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്തായാലും മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് നിലവിൽ അന്വേഷണം പോകുന്നത്. 12,000 രൂപയും 2 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണമാലയുമാണ് മോഷണം പോയിരിക്കുന്നത്. എത്ര ഉത്തരവാദിത്തരഹിതമായ പ്രതികരണമാണ്. അവിടെ ആളുകളടക്കം വന്ന് താമസിക്കുന്നിടത്ത് ജോലിക്ക് വന്നിരിക്കുന്ന ഒരാളുടെ യാതൊരു വിവരവും റിസോർട്ട് ഉടമയുടെ കയ്യിൽ ഇല്ല എന്ന വിശദീകരണമാണ് ആ സ്ഥാപനം നൽകുന്നത്.